നമസ്കാരം. ട്രെയിനിലേക്ക് സ്വാഗതം. 10 മണിക്കൂർ നേരം നീണ്ടുനിന്ന ഒരു ദൗത്യം. ഏറ്റവും ഒടുവിൽ കടൽ കൊള്ളക്കാരെ തുരത്തിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. തൊട്ടു പിന്നാലെ സൈനിക മെഡലും. ഇന്ത്യൻ വ്യോമസേനയുടെ അതിസാഹസികമായ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2024 മാർച്ച് 16-ാം തീയതി നടന്ന ഓപ്പറേഷൻ, അന്ന് നിർണായക പങ്കുവഹിച്ച വ്യോമസേന പൈലറ്റിനെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തെ വെളിപ്പെടുത്തുന്നത്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ ആയുധധാരികളായി എത്തി കപ്പൽ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കപ്പൽ ജീവനക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷനിലാണ് വിംഗ് കമാൻഡർ അക്ഷയ് സക്സേന വളരെ പരമപ്രധാനമായ, ഏറ്റവുമധികം സങ്കീർണമായ ഈ ഓപ്പറേഷനിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. ഈ ദൗത്യത്തിലെ പങ്കാളിത്തത്തിനാണ് അക്ഷയ് സക്സേനയ്ക്ക് രാജ്യം വായുസേനാ മെഡൽ നൽകി ആദരിച്ചത്. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഈ മെഡൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ദൗത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് പുറം ലോകത്തിന് അറിയാൻ പോലും സാധിച്ചത്. സൊമാലിയൻ തീരത്ത് വെച്ചായിരുന്നു 2024 മാർച്ച് 15-ന് കടൽ കൊള്ളക്കാർ ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഇവർ നാവികസേനയുടെ കപ്പലിന് നേരെ വെടിതുർത്തു, ഡ്രോണൊക്കെ തന്നെ വെടിവെച്ചിട്ടു. തൊട്ടു പിന്നാലെ ഈ കപ്പൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യത്തിലാണ് അക്ഷയ് സക്സേന നിർണായക പങ്ക് വഹിച്ചത്. കടൽ കൊള്ളക്കാരെ നേരിടാൻ വേണ്ടി നാവികസേനയുടെ 18 കമാൻഡോകളെ വ്യോമമാർഗത്തിലൂടെയാണ് എത്തിച്ചത്. ഇവരെയും ഇവർക്ക് സഞ്ചരിക്കാനുള്ള 2 CRRD ബോട്ടുകളെയും വ്യോമസേനയുടെ C-17 വിമാനത്തിൽ നിന്നും എയർ ഡ്രോപ്പ് ചെയ്തു. ഈ വിമാനം പറത്തിയത് അക്ഷയ് സക്സേനയായിരുന്നു. 4 മണിക്കൂർ നേരം വിമാനം പറത്തിയാണ് സൊമാലിയൻ മേഖലയിലേക്ക് അക്ഷയ് കമാൻഡോകളെ എത്തിച്ചത്. ശത്രുക്കൾക്ക് ഒരു തരത്തിലുള്ള വിവരവും കിട്ടാതിരിക്കാൻ വേണ്ടി വിമാനത്തിൻ്റെ എമിറ്ററുകളൊക്കെ തന്നെ ഓഫ് ചെയ്ത് വിദേശ സമുദ്ര മേഖലയിലൂടെ താഴ്ന്നു പറക്കുകയായിരുന്നു അതീവ സാഹസികമായി അക്ഷയ്. തൊട്ടുപിന്നാലെ ഈ സംഘത്തെ കപ്പലിന് സമീപത്തേക്ക് എയർ ഡ്രോപ്പ് ചെയ്തു. കൃത്യമായി കടലിലിറങ്ങിയ കമാൻഡോ സംഘം കടൽ കൊള്ളക്കാരെ കീഴടക്കി കപ്പൽ തിരിച്ചു പിടിച്ചു. 17 ജീവനക്കാരെയാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. പൈലറ്റ് സഞ്ജയ് സക്സേനയും ധീരതയും നേതൃത്വവും നിറഞ്ഞ ജ്ഞാനവുമാണ് 10 മണിക്കൂർ നീണ്ട ഈ ദൗത്യത്തിന് കരുത്തായി മാറിയതെന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്.